സൃഷ്ടബോധമാണീശ്വരൻ, ആത്മാത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു, ആത്മപ്രകാശമായി വാഴുന്നു. ശാശ്വതാനന്ദ സ്വരൂപനാകുന്ന പരമഗുരു നശ്വര ലോകത്തിൽ നശ്വര ദേഹത്തിൽ വസിക്കുന്ന ആത്മാക്കളെ ശാശ്വതാനന്ദത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രത്യക്ഷമായി വന്നു വാഴുന്ന അവതാര വാഴ്ചയാണ് ശുഭാനന്ദാവതാരം. ഏതു വിധത്തിൽ ചിന്തിച്ചാലും ഇത് പരമഭാഗ്യകാലമാണ്. അത് ഭാഗ്യാവസ്ഥ ആത്മാവിൽ സ്വീകരിപ്പാൻ, അത് നിലനിർത്തുവാൻ, വിഭവഭാഗ്യങ്ങൾ ആക്കി തീർക്കുവാൻ, പൂർണ്ണമോക്ഷത്തിൽ എത്തുവാൻ ഒരേ ഒരു കാര്യം മതി. നശ്വരമായതിൽ എന്താ വേണ്ടത്? നശ്വരമായതിൽ ഒന്നും ഇച്ഛ വരരുത്. എപ്പോഴും സത്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജീവിതമായിരിക്കണം. സത്യമുണ്ട് സത്യമുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? സത്യം കേട്ടു എന്ന് പറഞ്ഞാൽ മതിയോ? സത്യം അറിയാമെന്ന് പറഞ്ഞാൽ മതിയോ? അല്ല, സത്യമതിൽ സ്ഥിരമൊത്തു വസിച്ചാൽ നിത്യാനന്ദം നിത്യാനന്ദം. സ്ഥിരം എന്ന വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. സ്ഥിരത ഉണ്ടാവണം. എന്തിനോട്? സത്യത്തോട് സ്ഥിരതയുണ്ടാവണം. സ്ഥിരബുദ്ധി സദ്ബുദ്ധി അത് ആത്മാവിൽ വർദ്ധിക്കണം. സ്ഥിരബുദ്ധി ഉള്ളവരിൽ സ്ഥിതി ചെയ്യും ജഗദീശൻ. അവർ അങ്ങനെയുള്ളവരിലേ ഇതിന്റെ അധിവാസം ഉണ്ടാകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മാനസിക വിഭ്രാന്തി ഉണ്ടായി നടക്കുന്നവരുടെ കാര്യമല്ല ഈ പറയുന്നത്. എല്ലാ കഴിവും എല്ലാ പ്രാപ്തിയും എല്ലാ ശേഷിയും ഉണ്ട് എന്ന് അഭിമാനിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് പലർക്കും സ്ഥിരബുദ്ധി ഇല്ലാത്തത്. അതുകൊണ്ട് ഒന്നിലും അവർ ഉറച്ചു നിൽക്കുകയില്ല. ഒരിടത്ത് നിന്നൊരു കാര്യം ചെയ്യും, അത് അവിടുന്ന് പറിച്ചുകൊണ്ട് വേറെടുത്ത് ചെയ്യും. ഒരു കാര്യം ഒരു തീരുമാനം എടുക്കും, അവിടുന്ന് പറിച്ചുകൊണ്ട് വേറെടുത്തൊരു തീരുമാനം എടുക്കും. ഇന്നലെ നമ്മുടെ ജയന്തുകുമാർ ഭക്തൻ തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞു. ഒരു കുട്ടിക്ക് 1200 മാർക്ക് മൊത്തം ലഭിക്കേണ്ട ഒരു കുട്ടിക്ക് 18 മാർക്കിന്റെ കുറവേ ഉള്ളൂ. ഈ കുട്ടിക്ക് അടുത്ത് എന്ത് പഠിക്കണമെന്ന് അറിയില്ല, കൺഫ്യൂഷനാണ്. അത്രയും മാർക്ക് വാങ്ങിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉള്ള ആ കുട്ടിക്ക് അടുത്തത് എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ട് ആ പ്രാപ്തിക്കുറവുകൊണ്ടാണ്. ഇവിടെയാണ് പ്രാപ്തനായ ഒരാളിന്റെ സഹായം ആവശ്യമായി വരുന്നത്. പ്രാപ്തനായ ഒരാളിന്റെ സഹായം കിട്ടിയപ്പോൾ അവിടെ ഉറയ്ക്കപ്പെട്ടു. ഇതുപോലെ സർവത്തിന്റെയും ഉൾക്കാമ്പായി നിൽക്കുന്ന ഏകശക്തി, സർവജ്ഞാന സമ്പൂർണനാകുന്ന പരമഗുരു നിന്നിൽ സ്ഥിരപ്പെടുത്തുവാൻ വന്നിരിക്കുന്നത് എന്താണ്? നിന്റെ ലക്ഷ്യം എന്താണെന്ന് നിന്നെ അറിയിച്ച് നിന്നെ അവിടെ എത്തിക്കുവാൻ വേണ്ടിയാണ്. സൂക്ഷ്മസ്വരൂപനാണീശ്വരൻ, അത് ബോധമായി വാഴുന്നു ആത്മാവിൽ. ആത്മാവിൽ ബോധമുദിക്കാതെ തന്റെ ഈശ്വര രൂപത്തെ കാണുമോ?